നമസ്കാരം. മസ്കറ്റിലെ ചൂട് കാരണം നമ്മൾ ഇറങ്ങി ഓടിയിരിക്കട്ടാ. ഇറങ്ങി ഓടി 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 നമ്മൾ എത്തിയിരിക്കണത് 3028 മീറ്റർ ഉയരത്തിലുള്ള ജബൽ ഷംസിലാണ്. ജബൽ ഷംസിലുള്ള സമ അൽ കുത്തൈം റിസോർട്ട് അതിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ചൂടിനൊരു മോചനം തേടിയിട്ട്. മസ്കറ്റിലാണെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടാ. അമ്മാതിരി ചൂടാണ്. 48 ഡിഗ്രിയിലും കുറവ് ചൂട് വരണല്ല അവിടെ. അപ്പൊ നമ്മൾ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ കയറി വന്ന് ഇതാ നട്ടുച്ചയാണ്. ഇപ്പോൾ സമയം കഷ്ടി 1 മണി ആവണു. ഇപ്പൊ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത് 35 ഡിഗ്രിയാണ്. ഇത് വൈകുന്നേരം ആവും തോറും കുറയും. എനിക്ക് തോന്നുന്നത് കുറഞ്ഞത് ഒരു 23 ഡിഗ്രി വരെ എത്തുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അതാണ് ഇവിടെ പറഞ്ഞു കേട്ടതും. എന്തായാലും നമ്മൾ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. റൂമിലെത്തിയിരിക്കുകയാണ്. റൂം കാണിച്ചു തരണേക്കാൾ മുന്നേ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ വിശേഷങ്ങൾ കാണിച്ചിട്ട് റൂം കാണിച്ചു തരാം. ഓക്കെ, നമ്മള് വണ്ടി എടുത്തു ഖുറം ഹൈറ്റ്സ് വഴി. അത് കഴിഞ്ഞ് നമ്മള് അൽക്വയർ എത്തിയിട്ടാ. അപ്പോഴാണ് അതുപോലെ വെശ്പിന്റെ വിളി വന്ന്. എല്ലാവരെയും വെശ്പിനെ മാനിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചു നേരെ ഫുഡ് ലാൻഡിലേക്ക് വെച്ച് പിടിക്കാന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഫുഡ് ലാൻഡ് വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വിചാരിച്ച പോലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. പിള്ളേരാണെങ്കിൽ ഒരു ഗീ റോസ്റ്റ് അടിച്ചു. അപ്പം അതുപോലെ ഭക്ഷണം വന്നപ്പം വെശ്പിന്റെ വിളിയില്ല. ഞാനാണെങ്കിൽ നേരെ ഒരു മാമ്പഴപ്പുട്ട് പറഞ്ഞു. ഇത് നല്ല അടിപൊളി സാധനം കേട്ടാ. അതിൻ്റെ ഉള്ളില് മാങ്ങയൊക്കെ സ്റ്റഫ് ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങയുടെ സോസൊക്കെ ആയിട്ട് അടിപൊളി സംഭവമാണ്. എന്തായാലും അത് തകർത്ത്. ഭക്ഷണം ഒന്നും കഴിക്കാത്ത അച്ചും ഹെസീന്താ ഇവിടെ ഓരോ ജ്യൂസ് പറഞ്ഞ അത് വന്ന് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി നമ്മളിപ്പം റുസൈൽ വഴി നമ്മുടെ ജബൽ ഷംസിലേക്ക് പിടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യം. പണ്ടൊക്കെ റുസൈൽ വിട്ടാൽ 2 ട്രാക്കായിരുന്നു കേട്ടാ. ഇപ്പം ഞാൻ കണ്ടില്ലേ, നല്ല വിശാലമായ 4 ട്രാക്ക് റോഡാണ്. നമ്മളിതാ ഫഞ്ച വഴി പിടച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാണാനും പറയാനൊന്നുമില്ല. ആകെയുള്ളത് പുറത്ത് നല്ല ചൂടാണ്. ബിഡ് എത്തണ വരെ നമുക്ക് ഈ 4 ട്രാക്ക് കിട്ടൂട്ടാ. ബിഡ് വരെയാണ് ഇപ്പൊ ഈ 4 ട്രാക്കിന്റെ പണി പൂർത്തിയായിരിക്കണത്. ഇതവിടെ കണ്ടില്ലേ, ബിഡ് കഴിഞ്ഞോട് കൂടിയിട്ട് വീണ്ടും ഡബിൾ ട്രാക്ക് ആയിട്ടോ. അത് കഴിഞ്ഞ് നമ്മള് സമയില് ഇസ്കി വഴി നമ്മള് ബെഹലയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ബെഹലയില് നമ്മുടെ ദേശീയ മൃഗമായ ഒട്ടകാട്ട നമ്മളെ സ്വീകരിക്കണേ. എന്തായാലും ആളൊറ്റയ്ക്കാണല്ലോ. ഈ കാണുന്നതാണ് നമ്മുടെ ബെഹല ടൗണ്. ഒരു ചെറിയൊരു ടൗണാണ്. അത്യാവശ്യം കുറച്ച് കടകളും റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ട്. നമ്മള് അങ്ങനെ ഓടിച്ച് അൽഹംറ റൗണ്ട് അബൌട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ജബൽ ഷംസ് മല കയറുന്നതിന് മുന്നുള്ള അവസാനത്തെ ഒരു ടൗണാണ് ഈ അൽഹംറ. ഇവിടെയാണ് അവസാനത്തെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ച് മല കയറുന്നതാവും ഉചിതം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ എന്തെങ്കിലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈവൻ റെസ്റ്റോറന്റ് പോലും ഉണ്ടാവില്ല കേട്ടാ ഈ വഴി. റോഡൊക്കെ ഉണ്ട് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കേട്ടാ. ഇതാ കണ്ടില്ല, ആ മലയുടെ മുകളിൽ കൂടെയാണ് നമുക്ക് കയറി പോണ്ടത്. ദാ ഇവിടെ നിന്ന് തൊട്ടിട്ട് നമ്മുടെ വൈൻഡിങ് റോഡ് സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അത്യാവശ്യം വലിയ മോശമില്ലാത്ത നല്ല കുത്തനുള്ള കയറ്റങ്ങളുണ്ട് കേട്ടോ. ഒരു 2-4 കയറ്റങ്ങൾ അങ്ങനെ ഉണ്ടാവും. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നോർമലാണ്. നമുക്ക് സുഖമായിട്ട് കയറി പോവാം. ആ കുത്തനുള്ള കയറ്റങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഗിയർ മാറ്റിയിട്ട് മാനുവലില് പോണതാവും വണ്ടിയുടെ ആരോഗ്യത്തിന് ഗുണകരം. നമ്മുടെ ഈ അടിവാരത്ത് കണ്ടോ 42 ഡിഗ്രിയാണ്. മുകളിലെത്തുമ്പോൾ ഇത് എത്ര വരെ കുറയും നോക്കാം നമുക്ക്. ഇനി ജബൽ ഷംസിനെ പറ്റി പറയുകയാണെങ്കിൽ, ജബൽ ഷംസ് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കേട്ടോ. ഒമാനിലെ അൽഹാജർ പർവ്വത നിരകളിലെ ഈ പർവ്വതം ഏകദേശം 3028 മീറ്റർ, അതായത് ഒരു 9934 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യണത്. സമുദ്രനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യണത് കേട്ടോ. സൂര്യന്റെ പർവ്വതം എന്നാണ് ഈ ജബൽ ഷംസ് എന്നുള്ളതിന്റെ അർത്ഥം. ഒമാനിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഈ ജബൽ ഷംസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം സൂര്യപ്രകാശം വരുന്നതും ഇവിടെയാണ്.
നമ്മൾ ആ കുത്തനുള്ള കയറ്റങ്ങളൊക്കെ കയറി വന്നു. ഇതാ ടാർ റോഡ് ഇതാ ഇവിടെ അവസാനിക്കുക കേട്ടോ. ഇതുവരെയുള്ളൂ നമ്മുടെ ടാർ റോഡ്. ഇനി നമുക്ക് ഇവിടുന്ന് കഷ്ടി ഒരു 6 കിലോമീറ്റർ ഇതാ ഇതേപോലെയുള്ളൊരു മണ്ണ് റോഡാണ്. പക്ഷെ മണ്ണ് റോഡാണെങ്കിൽ നല്ല റോഡാണ്, വലിയ അലമ്പൊന്നുമില്ല, സുഖമായിട്ട് വണ്ടി ഓടിച്ച് പോവാം. നല്ല ഉഗ്രം മൊട്ട കുന്നുകളാട്ട കാഴ്ചകള്, നല്ല മലക്കെട്ടുകള് കണ്ടല്ലേ, അഗാധമായ ഗർത്തങ്ങളാണ്. ഓ താൻ ഇറങ്ങി വന്നോ? എങ്ങനെയുണ്ടോ? നല്ലതാ. തണുപ്പും ചൂടും വരാൻ തുടങ്ങി. തണുപ്പും ചൂടും വരാൻ തുടങ്ങിയോ? ആദ്യം ചൂടായിരുന്നു മുഴുവൻ, ഇപ്പം തണുപ്പ് വരാൻ തുടങ്ങി. കുറച്ചായിട്ട് തണുപ്പും ചൂടും തണുപ്പൊക്കെ വരാൻ തുടങ്ങിയില്ലേ? ഇനി കുറച്ചും കൂടി മോള് കയറുമ്പോ കുറച്ചും കൂടി തണുപ്പ് വരും. ബാ കാറ് കയറിക്കോളോ. നമ്മളവിടുന്ന് എന്താ പറയാ അൽഹാമ്രേന്ന് കേറുമ്പോൾ എന്തായിരുന്നു 42 ഡിഗ്രി ആയിരുന്നു കേട്ടാ. ഇപ്പൊ അത് 37 ഡിഗ്രി ആയിട്ടുണ്ട്. 36 ആയോ? കുറച്ചും കൂടി കയറുമ്പോ അതൊരു നമ്മള് മുകളിൽ അറ്റെത്തുമ്പോഴേക്കും അതൊരു 28 വിചാരിക്കണു. എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇവിടെ ജബൽ ഷംസില് 3-4 റിസോർട്ടുകളാണ് കേട്ടോ അവിടെ മൊത്തം ഉള്ളത്. പിന്നെ കുറെ ഹോം സ്റ്റേകളും ഉണ്ട്. ഈ സൺറൈസ് റിസോർട്ട് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു റിസോർട്ടാണ്. അവിടേക്ക് എത്താൻ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വഴി തന്നെയാണ്. നമ്മള് കഴിഞ്ഞ വർഷം അവിടെ പോയി 2 ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങള് ആ വീഡിയോ ഒന്ന് പോയി കാണുകയാണെങ്കിൽ ആ റിസോർട്ടിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ഈ വഴി വരാൻ, അതായത് ജബൽ ഷംസിൽ വരാൻ വേണ്ടിയിട്ട് 4 വീലിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെഡാൻ കാറാണെങ്കിലും സുഖമായി ഇവിടെ കയറി വരാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വഴിയാണ്. ജബൽ ഷംസിലെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈക്കിങ്, ക്യാമ്പിംഗ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഹൈക്കിംഗ് ട്രയലുകൾ ഉണ്ട്. അതില് ഫേമസ് ആയ ഒരു സംഭവമാണ് ഗ്രാൻഡ് കാനിയൻ ട്രയല്. ഒമാനിലെ കടുത്ത ചൂടിൽ നിന്ന് മോചനം ലഭിക്കാൻ പറ്റണ ഒരു ബെസ്റ്റ് സ്ഥലാട്ടോ ഇവിടെ എങ്ങനെ പോയാലും വൈകുന്നേര സമയവും രാത്രി സമയമൊക്കെ ഒരു 23, 22, 20, 19 ഡിഗ്രി ഒക്കെ ആവും ടെമ്പറേച്ചർ വരുന്നത്. തണുപ്പ് കാലത്താണെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി ഈവൻ മൈനസിൽ വരെ പോണ ഒരു സ്ഥലമാണിത്. ഇതോടുകൂടി നമ്മുടെ മണ്ണ് റോഡ് അവസാനിച്ച് നമ്മുടെ ടാർ റോഡ് സ്റ്റാർട്ട് ആവുകയാണ്. ആ ടാർ റോഡും കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ പേര് സമ അൽ കുത്തൈം എന്ന് പറഞ്ഞിട്ട് റിസോർട്ടാട്ടോ. അവിടേക്ക് എത്തിപ്പെടാനും നമുക്ക് ഇതുപോലത്തെ മണ്ണുവഴിയിൽ കൂടെ തന്നെ പോകണം. അത് അധികമൊന്നുമില്ല, ഒരു 7 മിനിറ്റ് യാത്ര. റോഡ് മാത്രം വലിയ അലമ്പൊന്നുമില്ല, നല്ല ഉറച്ച റോഡാണ്. ഒരു ഭീകര സ്ഥലത്തായിട്ടാണ് നമ്മുടെ റിസോർട്ട് ഉള്ളത്. കണ്ടില്ലേ, ഇത് ജബൽ ഷംസിന്റെ ഏറ്റവും ഒരു എൻഡ് പോയിന്റ് ആണ്. ഈ റോഡ് അവസാനിക്കുന്നതോടുകൂടി ജബൽ ഷംസ് അവസാനിക്കുകയാണ്. അപ്പൊ ഇതിന്റെ തെറ്റത്താണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. നമ്മൾ എത്തിയിട്ടില്ല, ഒരു 2-3 മിനിറ്റിന്റെ ഉള്ളിൽ എത്തുന്നാണ് വിശ്വാസം. നമ്മളെ മുമ്പിൽ അപ്പോൾ ഒരു ഗ്രാമം കണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതില് ഏതെങ്കിലും ഒന്നാവും നമ്മുടെ റിസോർട്ട്. പോയി നോക്കാം. അങ്ങനെ അവസാനം നമ്മള് നമ്മുടെ റിസോർട്ടിന്റെ അവിടെ എത്തി. ഈ കാണുന്ന ഒരു ചെറിയ സംഭവമായിട്ടാണ് നമ്മുടെ റിസോർട്ട്. സമ അൽ കൈത്തൂം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, അതാന്ന് തോന്നുന്നു. നമ്മുടെ പെട്ടി എടുക്കണം, എന്നിട്ട് ചെക്ക് ഇൻ ചെയ്യണം. നമ്മുടെ റുവി തൊട്ട് നമ്മൾ താമസിക്കുന്ന ഈ ഹോട്ടല് ജബൽ ഷംസിലെ ഈ റിസോർട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 259 കിലോമീറ്റർ എടുത്തു കേട്ടോ. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഉണ്ടല്ലേ, ഇവിടെ 33 ഡിഗ്രി ഉള്ളൂ. അപ്പോൾ കയറി വന്നാൽ ഇതാണ് ഇവരുടെ റിസപ്ഷൻ വരുന്നത്. ചെറിയൊരു റിസപ്ഷൻ കണ്ടില്ലേ, പനാലണ്ടൊക്കെ മേഞ്ഞിട്ട് ഒരു ചെറിയൊരു റിസപ്ഷനാണ്. ഇതന്നെയാണ് ഇവരുടെ ഡൈനിങ് ഹാൾ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത് അതിഘനഗംഭീരാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നോക്കിയാൽ കാണുന്നത്. ഫുൾ മല, പിന്നെ അതിൻ്റെ താഴെ ഏതൊരു ടൗൺ ഉണ്ടെങ്കിലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഉള്ളിലേക്ക് കയറാം. എല്ലാവരും ഇവിടെ സെറ്റാണ്. हाँ यार, इधर कुछ फॉर्मेलिटीज है. अच्छा, ये लिख के देने का है. ठीक है. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മളെ റിസപ്ഷനിൽ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. റിസപ്ഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ ഡീലക്സ് റൂമുകൾ വരുന്നത്. ഡീലക്സ് റൂമുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ്. അതായത്
ഡീലക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ റൂം കുറച്ച് വലുതാണ്. പിന്നെ ഇതിന്റെ വ്യൂ വരുന്നത് ഇതാ ഈ മല ഇടുക്കിലേക്കാണ്. ഈ കാണുന്ന ടൗൺ എന്ന് പറയണത് നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. ഇത് അൽഹാമ്ര ടൗൺ ആണ് കേട്ടോ. നല്ല അടിപൊളി വെടിക്കെട്ട് വ്യൂ ആട്ടോ അവിടുന്ന്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഇത് റൂമ്, ഈ കാണാനാണ് നമ്മുടെ റൂമ്. ഇത് റൂമ്, ഇത് നമ്മുടെ വ്യൂ. പൊരിച്ചില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. നമുക്കിനി ഇവിടുത്തെ നമ്മുടെ റൂമിന്റെ ഒരു റൂം ടൂർ കാണിച്ചു തരാം. റൂമിന്റെ മുന്നിൽ തന്നെ ഒരു ബെഞ്ച് ഇട്ടുണ്ട്. ബെഞ്ചിലിരുന്നാൽ നമുക്കിതാ ഈ കാഴ്ചയും കണ്ടിരിക്കാം. കണ്ടില്ലേ? അത് കഴിഞ്ഞ് നമ്മള് ഒരു ഗ്ലാസ് ഡോറാണ് ഇവിടെ വരുന്നത് നമുക്ക്. ഹായ് മാൻ, വാട്സ്ആപ്പ്. എല്ലാവരും കയറി ഇവിടെ ഇരിപ്പായുണ്ട്. എല്ലാവർക്കും വിശപ്പിന്റെ വിളി വന്നിരിക്കുകയാണ്. ഭക്ഷണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു തുടങ്ങണേടെ മുമ്പേ ഞാൻ റൂമിൽ നിന്ന് കാണിച്ചു തരാം. അവിടെ കയറി വന്ന വഴിക്ക് ഒരു ടേബിൾ ഉണ്ട്. ഇവിടെ 2 ചെയർ ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു ടി വി ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഇവിടെ ടീ, കോഫി അമ്യൂണിറ്റീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കെറ്റിലുണ്ട്. അത് കഴിഞ്ഞത് അവിടെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ സാധനങ്ങളുണ്ടല്ലോ. അത് നമ്മൾ തുടങ്ങുന്ന സാധനങ്ങളാട്ടോ. ഫ്രിഡ്ജിൽ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു ലഗേജ് സ്റ്റാൻഡ്, ഇവിടെ ഒരു സൈഡ് ടേബിള്. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ബെഡാണ്. എല്ലാവർക്കും സുഖമായി കിടക്കാൻ പറ്റും ഇതില്. കണ്ടില്ലേ? ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കംപ്ലീറ്റ് കല്ലുകൊണ്ടാട്ടോ. ഇതിന്റെ മോൾ ഭാഗം എന്ന് പറഞ്ഞാൽ മരം കൊണ്ടുമാണ്. കണ്ടില്ലേ? അത് കാരണം ചൂട് സംഭവങ്ങളൊന്നുമില്ല. തണുപ്പുണ്ടെങ്കിലും AC ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച. ഇവിടെ ഒരു ജനലുണ്ട്. പക്ഷെ ജനല് തുറന്നാൽ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വില്ല കാണുന്നത്. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. കണ്ടില്ലേ? ഇതാണ് കാഴ്ച. അപ്പൊ അതെന്തായാലും നമുക്കിവിടെ ക്ലോസ് ചെയ്തിടാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ ഒരു ഓവറോൾ വ്യൂ വരുന്നത്. സംഭവം നല്ല അടിപൊളി റൂമാണ്. ഇതാണ് നമ്മുടെ ബാത്റൂം. അതാണ്ടില്ലേ, മരത്തിന്റെ ഒരു കുറ്റിയൊക്കെ ഉണ്ട്. ഇത് തുറന്ന് അകത്തേക്ക് പോയാൽ സംഭവം സെറ്റപ്പ് ആട്ടാ. നല്ലൊരു വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ടോയ്ലറ്റ് അമ്യൂണിറ്റീസ് ഉണ്ട്. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ക്ലോസറ്റ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ടബും ഉണ്ട് കേട്ടോ, ബാത്ത് ടബും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂം. ഒരു ചെറിയൊരു നല്ല ക്യൂട്ട് കുട്ടി ബാത്റൂം അല്ലാതെ ഇഷ്ടമായോ എനിക്ക്? ഇതിന്റെ ഉള്ളില് ഓരോ സാധനങ്ങൾ തൂക്കിയിട്ടിരിക്കണുണ്ടോ? ഓലോണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു തൊപ്പിയല്ല, അത് എന്തൊരു പായ പോലത്തെ ഒരു സാധനം. ഇതാ അവിടെ ഒരു കൊട്ട. പിന്നെ ഇതിന്റെ ലൈറ്റ് കണ്ടോ? ഇത് കയറാട്ടോ, കയറോണ്ടാണ്. കയറിന്റെ ഉള്ളിലാണ് ഈ ലൈറ്റ് വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പാണ്. എല്ലാരും എന്താ തീറ്റ തകൃതിയായിട്ട് നടക്കണ്ട കേട്ടാ. ഇവിടുത്തെ ഗംഭീരം എന്ന് പറയാനുള്ളത് എന്തൊക്കെയാണെങ്കിലും ഈ ഡോറ് തുറന്നാൽ ഇവിടുന്ന് കാണുന്ന വ്യൂ തന്നെയാണ്. ആ തെറ്റത്തൊരു ആട് നിൽക്കണ നോക്കിയേ. കാല് തെറ്റിയത് കൊക്കട വിളിക്കാട്ടാ. അപ്പോൾ എന്തായാലും ഞാനും ഭക്ഷണം കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിക്കാം. നമ്മളിന്ന് ബിരിയാണി ആയിട്ടാ ഉണ്ടാക്കി കൊണ്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി. ഞൂനിയൊക്കെ നല്ല പിടുത്താട്ടാ. ഒന്ന് നോക്കടേ. ചിക്കൻ ബിരിയാണി ഇതാ അലുമിനിയം ഫോയിലിൽ ഓരോരുത്തർക്ക് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ കഴിക്കാൻ എന്താ സാലഡും ഉണ്ട്. എന്തുവാടേ? വായം തുറക്കടേ. അത്തേ എല്ലാവർക്കും വിശന്നു കേട്ടാ. രാവിലെ നമ്മള് ചെറുതായി ഒന്ന് കഴിച്ചാളോ. പിള്ളേരാരും കാര്യമായിട്ട് കഴിക്കുകയും ചെയ്തില്ല. എന്താണെങ്കിലോ അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണം എന്നാണല്ലോ. ഇപ്പൊ എന്തായാലും പുറത്ത് അത്യാവശ്യം വെയിലും ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഉച്ചയ്ക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാന്ന്. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമ്മുടെ ഈ റിസോർട്ടിന്റെ ചുറ്റുവട്ടത്തെയും ജബൽ ഷംസിലെയും വിശേഷങ്ങളായിട്ട് നമ്മള് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.